രാജ്യത്തെ നടുക്കിയ നീറ്റ് പരീക്ഷ അട്ടിമറിയിലും ചോദ്യപേപ്പർ ചോർച്ചയിലും ഉയർന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര ഭരണകൂടം പൂർണ്ണമായും അടിയറവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെയും കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സമരാനുകൂലികളുടെയും അഭൂതപൂർവമായ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയ കേന്ദ്ര ഏജൻസികളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നതായിരുന്നു സമരം നയിച്ച പ്രസ്ഥാനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. തുടക്കത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും ബിജെപിയും സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെയോ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റിയോ വിവാദം തണുപ്പിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം. എന്നാൽ പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് പ്രക്ഷോഭകർ നിലപാട് കടുപ്പിച്ചതോടെ കേന്ദ്രം തീർത്തും പ്രതിരോധത്തിലായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ മുഴുവൻ സമരക്കാരെ കൊണ്ട് നിറയ്ക്കുമെന്നും പ്രതിഷേധം പാർലമെന്റിനുള്ളിലേക്കും തെരുവുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി താക്കീത് കൊടുത്തിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് രാജ്യത്തുടനീളം ബഹുജനങ്ങളെ അണിനിരത്തി മെഴുകുതിരി മാർച്ച് സംഘടിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും CJP പ്രഖ്യാപിച്ചതോടെ സാഹചര്യം കൈവിട്ടുപോയി. കേന്ദ്രവുമായുള്ള അടുത്ത ഘട്ട നിർണായക ചർച്ചകൾക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സമരം കൂടുതൽ അക്രമാസക്തമാകുന്നത് തടയാനും സമവായമുണ്ടാക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി കൈപ്പറ്റാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. തന്റെ രാജ്യ സന്ദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഔദ്യോഗികമായി പദവി ഒഴിയുന്ന വിവരം രാജ്യത്തെ അറിയിച്ചത്. താൻ പദവി ഒഴിയുന്നത് വ്യക്തിപരമായ അഭിമാന പ്രശ്നമായി കാണുന്നില്ലെന്നും സമരങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതിനാലും വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയുമാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കി. രാജ്യത്തെ പൊതുപരീക്ഷാ സംവിധാനങ്ങളെ അടിമുടി ഉലച്ച നീറ്റ് ക്രമക്കേടിൽ NDA നടപ്പിലാക്കിയ വീഴ്ചകൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേന്ദ്രമന്ത്രി നിർബന്ധിതനാവുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും അലകടലായി മാറിയ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും ഇൻസ്റ്റഗ്രാം ഡിജിറ്റൽ ട്രെൻഡുകളിലൂടെ രൂപപ്പെട്ട പ്രതിരോധത്തിന്റെയും വലിയ വിജയമാണിത്. ലാത്തിചാർജും പെല്ലറ്റ് പ്രയോഗങ്ങളും ഉപയോഗിച്ച് സമരങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ തെരുവിൽ കാണിച്ച വീര്യത്തിന് മുൻപിൽ ഒടുവിൽ അധികാര കസേരയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി കൈവരിച്ചെങ്കിലും നീറ്റ് പരീക്ഷാ തട്ടിപ്പിലെ സമഗ്രമായ അഴിച്ചുപണി, അട്ടിമറിക്കിരയായ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കൽ, കുറ്റക്കാർക്കെതിരായ കർശന നിയമ നടപടികൾ എന്നിവ നടപ്പിലാക്കുന്നതുവരെ തങ്ങളുടെ സമരം അവസാനിക്കുന്നില്ലെന്നാണ് CJPയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും വ്യക്തമാക്കുന്നത്.